എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന ചിന്തയാണ്. മത്തായി 5:5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. കർത്താവിൻ്റെ പ്രജകളായ നമ്മൾ നമ്മുടെ മനോഭാവത്തിലും ജീവിതശൈലിയിലും പാലിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ചില വചനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. എന്താണ് സൗമ്യത? ഈ സൗമ്യത എന്ന് പറയുന്നത് താഴ്മയല്ല. ഇന്ന് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് താഴ്മയാണ് സൗമ്യത എന്നാണ്. നമുക്കൊരു വാക്യം നോക്കാം. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഇവിടെ സൗമ്യതയും താഴ്മയും എന്ന് എടുത്തു പറയുകയാണ്. അപ്പോൾ താഴ്മയല്ല സൗമ്യതയെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്താണ് സൗമ്യത? സൗമ്യത എന്ന് പറയുന്നത് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതിനെയാണ് സൗമ്യത എന്ന് പറയുന്നത്. നമ്മോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ 9 പറയുവാൻ നമുക്ക് കഴിയും. എന്നാൽ നമ്മൾ ഒന്നും പറയുന്നില്ല. നമ്മെ ഒന്നടിച്ചാൽ നമുക്ക് 2 തിരിച്ച് അടിക്കുവാൻ കഴിയും. പക്ഷേ നമ്മൾ തിരിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതാണ് സൗമ്യത. നാം നമ്മിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒന്നാണ് ഈ സൗമ്യത. നമുക്ക് സൗമ്യതയുണ്ടെങ്കിൽ നമ്മെ ആരെങ്കിലും നിന്ദിക്കുകയും ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യത്തില്ല. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കണം. അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ലോകം സമ്മതിക്കത്തില്ല. ഈ ലോകത്തിൽ മിടുക്കന്മാർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നത് ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് പറയുന്നവരെയാണ്. ഈ ലോകത്തിൽ സൗമ്യതയ്ക്ക് ഒരു വിലയുമില്ല. എന്നാൽ ദൈവം മുമ്പാകെ വലിയ വിലയാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സൗമ്യതയുള്ളവരായി ജീവിക്കാം. നമ്മൾ ദൈവരാജ്യത്തിലെ പ്രജകളാണ്. നമ്മളൊരു വ്യത്യസ്തരായ ഒരു കൂട്ടം ആൾക്കാരാണ്. ആരെന്തും പറയട്ടെ, ആരെന്തും ചെയ്യട്ടെ, ആ ദോഷമൊന്നും ശാശ്വതമായി നമുക്ക് ദോഷമായി തീരുകയില്ല. അതിലും സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ സൗമ്യത ദൈവമക്കൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവിനോട് പഠിക്കണമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ സൗമ്യതയുള്ളതായിരുന്നു. ആ കർത്താവിനെ കണ്ടു നാം പഠിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയത്രേ ചെയ്തത്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ കർത്താവാണ് ഇങ്ങനെ പറയുന്നത്. കർത്താവ് എന്തെല്ലാം കഷ്ടമാണ് അനുഭവിച്ചത്, എന്നിട്ട് പോലും ഒന്നും പ്രതികരിച്ചില്ല. ആ കർത്താവിൻ്റെ മാതൃക നാം പിൻപറ്റണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെട്ട ഒന്നാണ് ഈ സൗമ്യത എന്ന് നാം കാണുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സൗമ്യതയില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒരു വിലയും നമുക്ക് തരികയില്ല. അത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയ്ക്ക്. കർത്താവിങ്കിൽ നിന്ന് നമുക്കത് പഠിക്കാം. കർത്താവ് സഹായിക്കട്ടെ. തീത്തോസ് 3-ാം അധ്യായം 2-ാം വാക്യം, സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കണമെന്ന് അവിടെ വായിക്കുന്നു. അത് മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അയൽക്കാരാകട്ടെ,
എല്ലാവരോടും സൗമ്യത കാണിക്കണമെന്നാണ് വചനം പറയുന്നത്. ഫിലിപ്പിയർ 4:5 നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ ജീവിതം വയലിലെ പൂ പോലെയാണ്, ചെറിയ ഒരു കാറ്റത്ത് പൊഴിഞ്ഞു പോകുന്ന പൂ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് സൗമ്യതയുള്ളവരായിരിക്കാം. യാക്കോബ് 3:14 ജ്ഞാനിയുടെ ലക്ഷണമാണ് സൗമ്യത എന്ന് കാണുന്നു. അതായത് സൗമ്യതയില്ലാത്തവൻ വാസ്തവത്തിൽ ജ്ഞാനമില്ലാത്തവൻ, വിവേകമില്ലാത്തവൻ എന്നാണ് വചനം പറയുന്നത്. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 18:35 നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ദൈവമുമ്പാകെ നാം വലിയവനാകണമെങ്കിൽ ഇവിടെ സൗമ്യരായി ജീവിക്കണം. 1 കൊരിന്ത്യർ 3:18 താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. നമുക്കും സൗമ്യതയുള്ളവരായി ജീവിക്കാം. സൗമ്യതയുടെ അനുഗ്രഹത്തെക്കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. സൗമ്യതയുള്ളവരായി ജീവിച്ചാൽ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുന്നത് നാം ഓർക്കണം. 2 തീമോഥെയോസ് 2:11 സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് പറഞ്ഞാൽ നാം സൗമ്യതയോടെ ജീവിക്കുമ്പോൾ ഒരുപാട് സഹിച്ചേ പറ്റുകയുള്ളൂ. ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വരും. ഈ കഷ്ടമൊക്കെയും സഹിക്കുന്നത് കൂടെ വാഴുവാനുള്ള ഭാഗ്യമാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയൊക്കെ നാം വാങ്ങുമെന്നല്ല, പകരം 1000 ആണ്ടിൽ കർത്താവിനോട് കൂടെ ഈ ലോകത്തെ ഭരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്കും സൗമ്യതയുള്ളവരായി ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.